Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Star Limited is preparing its cash flow statement under direct method has provided the following information. Direct മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. ക്രെഡിറ്റ് സെയിൽസും റിസീവബിൾസ് അറ്റ് ദ എൻഡും ബിഗിനിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ പർച്ചേസ് ഉണ്ട്. ട്രേഡ് പേയബിൾസ് അറ്റ് ദ എൻഡും ബിഗിനിങ്ങും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അക്രൂഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബിഗിനിങ്ങും എൻഡും ഉണ്ട്. ഡെപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടില്ല. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും തന്നിട്ടില്ല. ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും തന്നിട്ടില്ല. അപ്പോൾ ഈ 3 കേസിലും നമ്മൾ ആദ്യം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 തരത്തിലാണ് ചെയ്യുക. ഒന്ന്, നമുക്ക് എത്ര രൂപയാണ് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ക്യാഷ് കിട്ടിയതെന്ന് കണക്കാക്കണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ഉണ്ടാകുന്ന എപ്പോഴാണ് സെയിൽസ് നടത്തുമ്പോഴാണ്. അപ്പോൾ നെറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 5 lakh എന്നുള്ളത്. ആ നെറ്റ് സെയിൽസ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തരാനുള്ള ആൾക്കാർ പറഞ്ഞാൽ നമ്മുടെ അസറ്റാണല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ ഈ സെയിൽസിൻ്റെ ഒപ്പം കാണിക്കാൻ 2,50,000 ബിഗിനിങ്ങിൽ അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 7,50,000 നമുക്ക് കിട്ടേണ്ടത്. അതിൽ നമ്മൾ എത്രയാണോ അക്കൗണ്ട്സ് റിസീവബിൾ ഇനി ആ അവസാനം കിട്ടാനുള്ളത് 1,50,000 ആണ്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ടോട്ടലായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് എത്ര ക്യാഷ് റിസീവ് ചെയ്തു എന്നുള്ളത് കണക്കാക്കുന്നത്. ഇനി നമുക്കിതിനൊരു അക്കൗണ്ട് ഫോർമാറ്റിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. കാരണം സെയിൽസ് എടുക്കുക, അതേപോലെ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ ബിഗിനിങ്ങുള്ളത് ആഡ് ചെയ്യുക, അതിൽ നിന്ന് എൻഡിലുള്ള ആൾക്കാരെ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് ക്യാഷ് റിസീവ് ചെയ്തതെന്ന് കിട്ടും. ഇനി ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അതിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ നമുക്ക് തന്നിട്ടുണ്ട് 2,50,000 എന്നുള്ളത്. പിന്നെ നമുക്ക് തന്ന ഡീറ്റെയിൽസ് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തി എന്നുള്ളത് പറയുന്നു. അപ്പോൾ ടു ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ 5 ലക്ഷം എഴുതുക. ഇനി ബാലൻസ് ക്യാരി ഡൗൺ ലാസ്റ്റ് എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് തന്നിട്ടുണ്ട് 1,50,000. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ബാലൻസിങ് ആയിട്ട് വരുന്ന ആ 2 സൈഡ് നമ്മൾ ടാലി ആക്കണമല്ലോ. അപ്പോൾ ഈ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ 2,50,000 5 ലക്ഷം ഉണ്ട്. അപ്പോൾ ഇവിടെ 7,50,000 ആയിട്ടുണ്ട്. മറ്റേ സൈഡിലാകെ നമുക്ക് 1,50,000 തന്നതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഉള്ളൂ. അപ്പോൾ ഈ 7,50,000 1,50,000 ലെസ് ചെയ്താൽ ബാലൻസ് 6 ലക്ഷം കിട്ടും. ഈ 6 ലക്ഷമാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമറായിട്ട് നമ്മളെ അക്കൗണ്ടിലൂടെ കണ്ടെത്തുന്നത്. അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്ന 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്കിവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ചെയ്യാൻ പറ്റും. എത്ര ക്യാഷ് നമ്മൾ സപ്ലയർക്ക് ഈ ഒരു വർഷം കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് എടുക്കുക, പർച്ചേസ് അറ്റ് ദ ബിഗിനിങ് ആഡ് ചെയ്യുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഉള്ള പർച്ചേസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ടു സപ്ലയർ കിട്ടും. അല്ല ഇനി അക്കൗണ്ടിലൂടെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് എഴുതി 2 lakh, പിന്നെ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു ബൈ പർച്ചേസസ് 4 ലക്ഷം. അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ അവിടെ 6 ലക്ഷം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ടു ബാലൻസ് ക്യാരി ഡൗൺ പറഞ്ഞിട്ട് 1,90,000 തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോട്ടലിൽ നിന്ന് 1,90,000 ലെസ് ചെയ്താൽ 4,10,000 കിട്ടും. അപ്പോൾ ആ 4,10,000 ബാലൻസിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 തരത്തിലും ചെയ്യാം. അക്കൗണ്ട് ചെയ്തിട്ടും അല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ആദ്യം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയൊക്കെയുള്ളത് നോക്കുക. 3 lakhs ഉണ്ട്. ഇനി അതേപോലെ തന്നെ എക്സ്പെൻസുകളുടെ ബിഗിനിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അറ്റ് ദ എൻഡ് ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ ലെസ് ചെയ്ത് പോവുക. പിന്നെ ഡിപ്രീസിയേഷൻ പ്രോപ്പർട്ടി ലാൻഡ് എക്യുപ്മെൻറ്റ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് ക്യാഷ് പെയ്ഡ് ടുവേർഡ്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി നമ്മൾ എത്ര പൈസ ഔട്ട്ഫ്ലോ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇങ്ങോട്ട് കിട്ടിയത് നോക്കാം. നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് 6 ലക്ഷം, അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ട് ആണല്ലോ 6 ലക്ഷം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സപ്ലയർക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് 4,10,000 കണ്ടുപിടിച്ചു. ഇപ്പോൾ ക്യാഷ് പെയ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതാണ് 2,50,000 എന്നുള്ളത്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം നമുക്ക് ടാക്സേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 65,000. ഈ ബ്രാക്കറ്റിലിടുന്നതെല്ലാം മൈനസ് ചെയ്യേണ്ട ഫിഗേഴ്സാണ് കേട്ടോ. അപ്പോൾ 65,000 കൂടി. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷത്തിൽ നിന്ന് ഈ 3 ലെസ് ചെയ്യുമ്പോൾ 1,25,000 കിട്ടി. അപ്പോൾ ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് ഫ്ലോ എത്ര യൂസ് ചെയ്തു, 1,25,000 ആണ് നമുക്ക് മൈനസ് ഫിഗറായിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പറഞ്ഞിട്ട് ക്യാഷ് റിസീവ് ചെയ്തു,
പേയ്മെൻറ്റ് ചെയ്തു, എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് കൊടുത്തു. പിന്നെ നെറ്റ് ക്യാഷ് എത്രയാണ് ജനറേറ്റ് ഓപ്പറേഷൻസിൽ നിന്ന് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യെങ്കിൽ അത് കൊടുക്കുക, ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എത്ര ക്യാഷ് യൂസ് ചെയ്തെന്ന് നോക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കുള്ള ആക്ടിവിറ്റി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതിലും ഈ ബ്രാക്കറ്റിലൊക്കെ മൈനസ് ചെയ്യേണ്ട ഫിഗേഴ്സാണ്. പർച്ചേസസ് ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക, മെഷീനറി സെയിൽ ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുക, ഡിവിഡൻഡ് കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക, ലോൺ ഡയറക്ടേഴ്സിന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ടോട്ടലാണ് നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള നെറ്റ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആഡും ചെയ്യുന്നുണ്ട്, ലെസ്സും ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യേണ്ടതൊക്കെ ഒപ്പം ഓരോ ഐറ്റം എടുത്ത് ആഡ് ചെയ്ത് പോവുക, ലെസ് ചെയ്യേണ്ടതൊക്കെ അപ്പം തന്നെ ലെസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റി വഴി കിട്ടാനുള്ള എന്തൊക്കെയാണ്? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിവിഡൻഡ് പേ ചെയ്യുക, ലോങ് ടേം ലോണ് കുറയുക, പിന്നെ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി അവിടെ കിട്ടി. അപ്പോൾ നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ബാങ്ക് ബാലൻസ് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ബാങ്ക് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ എത്രയാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇതുപോലെയാണ് നമുക്ക് ഐറ്റംസ് തന്നാൽ ചെയ്യേണ്ടത്. ഇനി ഇതിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത ഫിഗേഴ്സ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഒപ്പം തന്നെ ഇത് ലെസ് ചെയ്ത് പോകേണ്ട ഐറ്റംസ് ആണ്. പിന്നെ എൻറ്റിറ്റീസ് എപ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡിലായിരിക്കും. ഡയറക്റ്റ് മെത്തേഡാണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിക്കില്ല, ഫ്യൂച്ചറിൽ വരുന്ന ക്യാഷ് ഫ്ലോ ഒക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഡയറക്റ്റ് മെത്തേഡിൽ ഇൻഫർമേഷൻസ് മേജർ ക്ലാസ് ഓഫ് ഗ്രോസ് ക്യാഷ് റെസീറ്റും ഗ്രോസ് ആയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റൊക്കെയാണ് ഒബ്റ്റെയിൻ ചെയ്യാൻ അവിടെ സാധിക്കുക. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിനെ പറയുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റീകൺസിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വെച്ചിട്ടായിരിക്കും. എന്താണോ നമ്മുടെ P&L അക്കൗണ്ടിലുള്ളത് അവിടെയുള്ള നെറ്റ് പ്രോഫിറ്റോ ലോസോ വെച്ചിട്ടായിരിക്കും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നെറ്റ് ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റോ ലോസോ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക? പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റിൽ 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ്, ഡിപ്രീസിയേഷനും പ്രൊവിഷനും ഡെഫേർഡ് ടാക്സ്, അൺറിയലൈസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ലോസസ്. പിന്നെ ഒന്ന് ചേഞ്ചസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻവെൻട്രീസും റിസീവബിൾസിലും വരുന്ന ചേഞ്ച്, ബിൽസ് റിസീവബിളും ബിൽസ് പേബിളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയിലും വരുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഓൾ അതർ ഐറ്റംസ് വിച്ച് അഫക്റ്റ് ദ ക്യാഷ് ഇൻക്ലൂഡഡ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ലോസ്, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡും വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സെയിൽസ് തരാതിരിക്കുന്ന ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻഡയറക്റ്റ് മെത്തേഡ് കാണുന്നത്. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ഈ ഫോർമാറ്റൊക്കെ പഠിച്ചു വയ്ക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഹെഡിങ് കൊടുക്കുക. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണെന്നുള്ളത് നോക്കുക. അതിനോടുകൂടി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നോൺ ക്യാഷും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസും. ക്യാഷുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ വരും? ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്ത്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്ത്, ഗുഡ് വിൽ പേറ്റൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിവിഡൻഡ് പെയ്ഡ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ റൈറ്റ് ഓഫ്. ഇത്രയും ഐറ്റംസ് ആദ്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, ബിഫോർ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. അതിൽ നിന്ന് അതിനോടുകൂടിയാണ് ഇതെല്ലാം ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് റെൻറ്റ് കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക. ഈ 4 ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവണം മുന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓരോ അസറ്റുകളും കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കുക, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റം എന്താണ്? കറണ്ട് അസറ്റ് കുറയുകയോ കറണ്ട് ലയബിലിറ്റി കൂടുകയോ ചെയ്താൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. തിരിച്ച് ലെസ് ചെയ്യേണ്ട ഐറ്റം എന്താണ്? അപ്പോൾ ഒന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. കറണ്ട് അസറ്റ് കൂടിയാൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യുക, കൂടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്യുക. അപ്പോൾ ആദ്യം ആഡ് ചെയ്യേണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലെസ് ചെയ്യൽ വരുന്നത്. അതായത് കറണ്ട് അസറ്റ് കൂടുമ്പോഴും ലയബിലിറ്റി കുറയുമ്പോഴും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം.
കറണ്ട് അസറ്റ് കുറയുമ്പോഴും ലയബിലിറ്റി കൂടുമ്പോഴും ആഡ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷനാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുമില്ല, ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബിഫോർ ടാക്സ് എന്താണെന്നുള്ളത് അത് ആദ്യം എടുത്തെഴുതണു. പിന്നെ അതിനോട് കൂടി ആഡ് ചെയ്യേണ്ടത് നോൺ ക്യാഷും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. അതൊന്ന് ലെസ് ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനത്തെ റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് അങ്ങനെയുള്ള റിസീവ് ചെയ്ത കാര്യങ്ങൾ ലെസ് ചെയ്യുക. അതിന് ശേഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. അതിനോട് കൂടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അസറ്റ് കുറയുമ്പോഴും ലയബിലിറ്റി കൂടുമ്പോഴും ആഡ് ചെയ്യുക. ഇനി കറണ്ട് അസറ്റ് കൂടുമ്പോഴും ലയബിലിറ്റി കുറയുമ്പോഴും ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ള ആ ഒരു പോയിന്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിൽ നിന്നുണ്ട്, 19 31 മാർച്ചും ഉണ്ട്, 20 31 മാർച്ചും ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സും റിസീവബിളും ജനറൽ റിസർവും വേജസും സാലറിയും ബില്ലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് തന്ന പ്രോഫിറ്റ് ആദ്യം നോക്കാം. പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം എടുക്കുന്ന സമയത്ത് 2 പ്രോഫിറ്റ് ഉണ്ട്, 60,000 65,000. അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആകെ ആ ഡിഫറൻസ് ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ 60,000 65,000 മൈനസ് 60,000 5,000 നമ്മൾ എഴുതിയിട്ടുണ്ട്. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസർവ് ജനറൽ റിസർവ് പറഞ്ഞാൽ 1,72,000 ഉണ്ട്, 2,07,000 ഉണ്ട്. അപ്പം ആ റിസർവിലേക്കുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് ആഡ് ചെയ്യുക. ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, 2 വർഷത്തിന് ഡിഫറൻസ് എടുത്തിട്ട് അതും ആഡ് ചെയ്യുക. പിന്നെ ഡെറ്റേഴ്സിൽ വന്ന മാറ്റങ്ങൾ 85,000 ഉള്ളത് 48,000 കുറഞ്ഞു. അപ്പം നമ്മുടെ ലയബിലിറ്റി കുറയുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വ്യത്യാസം വന്ന് എന്താണെന്ന് ഓരോ ഐറ്റം എടുത്ത് നോക്കുക. ബിൽസ് റിസീവബിൾസ് 81,000 ഉള്ളത് 40,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അസറ്റ് കുറഞ്ഞു. അപ്പോൾ അത് ലെസ് ചെയ്യുക. ഇൻക്രീസ് ഇൻ സാലറീസ് പ്രീപെയ്ഡ്, സാലറിയിൽ വന്ന വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, ഓരോ ഐറ്റം എടുത്തിട്ട് കറണ്ട് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ നോക്കിയിട്ട് വന്ന ഡിഫറൻസിന് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവ തമ്മിൽ ആ 3 കൂടി കൂട്ടിയിട്ട് അത് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്നതിനാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു, അതിൻ്റെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ എവിടേക്കൊക്കെയാണോ ട്രാൻസ്ഫർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്ത് നോൺ ക്യാഷും നോൺ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ കറണ്ട് അസറ്റ് അവിടെ ഡിക്രീസ് ആയി, അസറ്റ് കുറയുമ്പോൾ ആഡ് ചെയ്യുക, ലയബിലിറ്റി കൂടുമ്പോഴും ആഡ് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഇൻ ബിൽസ് റിസീവബിൾ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് കുറയുന്ന സമയത്ത് കൂട്ടുക, അസറ്റ് കൂടുന്ന സമയത്ത് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഒരു പ്രൊഫോം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബിഫോർ ടാക്സേഷൻ എഴുതി, അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യണം, ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിനെ തന്നെ ഫോർമാറ്റായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻറ്റ് ഇൻകം, ഇൻട്രസ്റ്റ് എക്സ്പെൻസുകൾ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇട്ട ഐറ്റംസ് എല്ലാം ലെസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എടുത്തു, അത് കിട്ടിക്കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് കൂടിയോ കുറഞ്ഞോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആസറ്റ് ലയബിലിറ്റി കൂടിയോ കുറഞ്ഞോ ഒക്കെ എടുക്കുക. ലാസ്റ്റ് നമുക്ക് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. പിന്നെ എർത്ത് കേക്ക് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് കിട്ടുക. അതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഫ്ലോ എടുക്കുക. അത് നമ്മൾ സെയിം തന്നെ നേരത്തെ പഠിച്ച ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുന്ന ഈ കാര്യങ്ങളും പ്രൊസീഡ്സും റീപേയ്മെൻറ്റും ഇഷ്യൂ റീപേയ്മെൻറ്റ് ഫ്ലോട്ട് ബോറോയിങ്സും ഒക്കെ എടുക്കുക. അപ്പോൾ 3 ആക്ടിവിറ്റീസിലെ എമൗണ്ട് അവിടെ വരുന്നുണ്ട്. ഡിവിഡൻറ്റ് പേ ചെയ്തു, ഇൻട്രസ്റ്റ് പേ ചെയ്തു. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയും കിട്ടി. എന്നിട്ട് അതിന് ശേഷം അത് നമ്മൾ നോക്കുക, നെറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കോ നോക്കുക. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എഴുതുക, ബിഗിനിങ് ഓഫ് ദ പീരീഡ് എഴുതുക. അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എഴുതുക, എൻഡ് ഓഫ് ദ പീരീഡ് കിട്ടും. ഇതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മിസലേനിയസ് ഇഷ്യൂസ് ആണ്. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും, ക്യാഷ് ഫ്ലോ ഇൻട്രസ്റ്റെന്നും ഡിവിഡൻറ്റെന്നൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്തതിനെ കാണിക്കുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രസ്റ്റ് പെയ്ഡിനെ ഇൻട്രസ്റ്റ് റിസീവിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സച്ച് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട്. അതർ എൻറ്റിറ്റീസൊക്കെ ഇൻട്രസ്റ്റ് പെയ്ഡിനെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് റിസീവ്ഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഡിവിഡൻഡ് ആണെങ്കിലും ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ബട്ട് ഡിവിഡൻസ് പെയ്ഡ്, ഡിവിഡൻസ് കൊടുക്കുക എന്നുള്ളത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക, ലോണ് അഡ്വാൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം അതൊരു ഓപ്പറേഷൻ്റെ ഭാഗമായി കിട്ടണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ബാക്കി എല്ലാവരെയും സംബന്ധിച്ചോളം അതെന്താണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരും. അല്ലാത്തവർക്ക് എന്താ, ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഡിവിഡൻഡ് പേ ചെയ്തു, ഇതേപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്, ഡിവിഡൻഡ് കൊടുക്കുക. ആ രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ്. ഡിവിഡൻഡ് റിസീവ് ചെയ്തു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആയിട്ടാണ്. മറ്റുള്ള കേസിലൊക്കെ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് എടുക്കാം. ടാക്സസ് ഓൺ ഇൻകം, ക്യാഷ് ഫ്ലോ അറൈസിംഗ് ഫ്രം ടാക്സസ് ഓൺ ഇൻകം ആർ നോർമലി ക്ലാസിഫൈഡ് ആസ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇഫ് നോട്ട്, ദേ ക്യാൻ ബി സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് വിത്ത് ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അതായത് ടാക്സസ് ഓൺ ഇൻകം എന്ന് പറയുന്ന ക്യാഷ് ഫ്ലോ, ടാക്സിൻ്റെ മുകളിലാണ് ഫ്ലോ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട്. അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുക ഫിനാൻസിങ് ആണോ ഇൻവെസ്റ്റിംഗ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയാം. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ ഒരിക്കലും ക്യാഷ് യൂസ് ചെയ്യുന്നില്ല, ക്യാഷ് ഇക്വലൻസോ ക്യാഷോ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഇപ്പോൾ അക്വിസിഷൻ ഓഫ് അസറ്റ്, അതേപോലെ അക്വിസിഷൻ ഓഫ് എൻറ്റിറ്റി ബൈ ഇക്വിറ്റി ഷെയർസ്, കൺവേർഷൻ ഓഫ് ഡെറ്റ് ഇക്വിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ തരത്തിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷനിൽ ഉൾപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ക്യാഷ് ഫ്ലോൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, മാനേജ്മെൻറ്റിന് ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ മാനേജ്മെൻറ്റിന് ഫിനാൻഷ്യൽ പോളിസി ഫ്യൂച്ചറിലേക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ അതിൻ്റെ ഇൻക്രീസ്, ക്യാഷ് എന്തുകൊണ്ട് കൂടി എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ള റീസണൊക്കെ അവിടെ കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോൻ്റെ അനാലിസിസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അല്ലെങ്കിൽ എത്ര പരിധി വരേക്ക് ക്യാഷ് പ്ലാനിങ് നമുക്ക് സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്നു അറിയാം. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു അസർട്ടൈൻ ദ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അറിയാൻ പറ്റുന്നുണ്ട്. ഓപ്റ്റിമം ക്യാഷ് ബാലൻസ് എത്ര വേണമെന്ന് അസർട്ടൈൻ ചെയ്യാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാനേജ്മെൻറ്റിന് പ്ലാൻസും കോർഡിനേറ്റ് വേരിയസ് ആക്ടിവിറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സഹായത്തോടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ലോവർ ക്യാഷ് ബാലൻസ്. കൂടാതെ ക്യാഷ് ബാലൻസ് കുറയാനും, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം കൂടിയിട്ടും നമുക്കിതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊക്കെ അതിൻ്റെ ഹൈലൈറ്റ് ഫാക്ടറായിട്ട് പറയാം. അതിനുള്ള ആൾക്കാരൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ മെയിനായിട്ട് എന്താണ് ക്യാഷ് ഫ്ലോ, അതുപോലെ ആക്ടിവിറ്റികൾ, ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 3 ആക്ടിവിറ്റികൾ, അതേപോലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്തൊക്കെ ഐറ്റംസ് എടുക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും നന്നായിട്ട് നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു.